ഈ തിരിച്ചുവരവില് ചെയ്യുന്ന സിനിമകളൊക്കെ ഭയങ്കര കിടിലൻ സിനിമകളാണ്. അതെ അതെ. ആൻഡ് വിഷ്ണുലോകവും നയം വ്യക്തമാക്കുന്നു ബാക്ക് ടു ബാക്ക് റിലീസസ് ആണ് എന്റെ അറിവ്. എന്നും നന്മകൾ. എന്നും നന്മകൾ 3 ബാക്ക് ടു ബാക്ക് റിലീസുകളാണ്. തിരിച്ചു വരുമ്പോ എന്താ ഭയങ്കര ഉള്ളിൽ ഭയങ്കര റേജ് ഉണ്ടായിരുന്നു, ഇപ്പൊ തകർക്കണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് ഞാൻ വരാൻ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. എനിക്ക് വരിക വേണ്ടെന്നായിരുന്നു. ബിക്കോസ് ആ സമയത്ത് എൻ്റെ വളരെ മോശമായിട്ടുള്ള ഒരു സമയമായിരുന്നു. ഐ വാസ് ടോട്ടലി ഇൻ ടു ഡിപ്രഷൻ. അപ്പോഴാണ് പിന്നെ എനിക്ക് നയം വ്യക്തമാക്കുന്നുണ്ട് ഓഫർ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ അഭിനയമൊക്കെ മറന്നു. ഐ മീൻ ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ കം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ തന്നെയായിരുന്നു. ഞാൻ നയം വ്യക്തമാക്കുന്നു ചെയ്യാൻ ഉദ്ദേശമേ ഇല്ലായിരുന്നു. ആരെ കൺവിൻസ് ചെയ്തപ്പോ? കൺവിൻസിങ് എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രമേനൻ സംസാരിച്ചു, മമ്മൂക്ക വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ശാന്തി വന്നു നോക്ക്, ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും, കാരണം ഈ ക്യാരക്ടർ ശാന്തിക്ക് പറ്റുന്നതാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ വേണ്ട നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസം പോയിട്ട് ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞ് പോയതാ. പക്ഷെ എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടൊന്നും ഡയലോഗോ അത് വേറെ എന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ടാണ് മേനൻ എൻ്റെ അടുത്ത് ഒരു വലിയ സീൻ എടുത്ത് കൈ തന്നു. എന്നിട്ട് പറഞ്ഞു ഇതങ്ങ് ചെയ്താൽ. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് തിങ്ക് സോ. മര്യാദയ്ക്ക് പോയി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ചെയ്തു. ഇറ്റ് ജസ്റ്റ് കെയിം ടു മീ എന്നാണ് പറയാം. അപ്പോഴാണ് ചോദിച്ചത് എവിടെ പോയി അഭിനയം എന്ന് ചോദിച്ചാൽ അതിൽ അതൊന്നും മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു സംഭവം ഒന്നും ആർക്കും മറക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ഡൂ ഇറ്റ്, യു ആർ ഡൂയിങ് ഇറ്റ് എന്ന് പറയാം. അങ്ങനെയാണ് പിന്നെ ആ പടം ചെയ്യുന്നതും. പിന്നെ കോൺഫിഡൻസ് വന്നു. കുറേയൊക്കെ നമുക്കും ചെയ്ത് വന്നപ്പോൾ അതിന് യു ഫീൽ നൈസ്. മാത്രമല്ല നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസ് നമ്മുടെ ക്യാരക്ടേഴ്സ് നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ ചേഞ്ച് ആവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസിലും അതുപോലത്തെ എക്സ്പ്രഷൻസ് ആയിരിക്കും. അപ്പം ഇപ്പം നമ്മൾ 16-17 വയസ്സിൽ വന്ന ഒരു നിദ്രയില ചെയ്ത ശാന്തികൃഷ്ണ അല്ല നയം വ്യക്തമാക്കുന്നു ചെയ്യുമ്പോഴേക്കും. ബിക്കോസ് അപ്പോഴത്തേക്ക് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് അങ്ങ് മാറി, ടോട്ടലി അപ്സൈഡ് ഡൗൺ ആയി. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് വന്നു. എൻ്റെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി മാറി, എൻ്റെ വിഷമം. സോ ഓൾ ദാറ്റ് വാസ് പ്രൊജക്ട്. അപ്പൊ നയം വ്യക്തമാക്കുന്നു ഹോം മേക്കർ വാസ് ഹാഡ് ആൻ ഇൻഫ്ലുവൻസ് ഓഫ് യുവർ ലൈഫ്. ഡെഫിനറ്റ്ലി അത് നമുക്ക് ആ ഒരു രീതിയിലാണ്. കാരണം ഒരു ഹൗസ് വൈഫ് ആയല്ലോ, ഞാൻ ആയിരുന്നല്ലോ, അതുപോലെയൊക്കെ ചെയ്ത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പെരുമാറുന്നതും. പിന്നെ മമ്മൂക്കക്ക് ഒരു വളരെ ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു അത്. ബട്ട് എന്നാലും ഹി വാസ് വെരി ഹാപ്പി ചെയ്യാനൊക്കെ, ബിക്കോസ് ഞങ്ങളുടെ നല്ല കെമിസ്ട്രി ആയിരുന്നു ആ പടത്തിൽ. സോ ദാറ്റ് റിയലി വർക്ക്ഡ് ഔട്ട് വെരി വെൽ. പിന്നെയാണ് വിഷ്ണുലോകം പിന്നെ എൻ്റെ സ്ഥിരം ക്യാരക്ടർ ആയിരുന്നു. പക്ഷേ എന്നാലും ഇന്നും ആൾക്കാർ എന്നെ എവിടെ വെച്ച് കാണുമ്പോഴും ദേവി എന്ന് പറയൂ. വിഷ്ണുലോകത്തിൽ ആ മോഹൻലാൽ പറയുന്ന ഒരു സീന്. അതുപോലെ ഇപ്പോൾ എന്നും നന്മകൾ ജയറാമിൻ്റെ കൂടെ സത്യനന്ദിക്കാടിൻ്റെ ഫസ്റ്റ് പടം ഞാൻ ചെയ്യുന്നു. സോ ഇതെല്ലാം കൂടി വന്ന് പിന്നെ സവിതമായി, ചകോരമായി, ഇറ്റ് വാസ് ലൈക്ക് സം അമേസിങ് ക്യാരക്ടേഴ്സ്. അതെ അതെ. സവിതമൊക്കെ ഞാനും 26-27 ഇയർ ഓൾഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ജോർജ് ഗിത്തു വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സവിതം പോലത്തെ ക്യാരക്ടർ 40 വയസ്സ് 50 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അയ്യോ ആൾക്കാരെ അത് അക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കും. അപ്പോഴാണ് വേണുചേട്ടൻ എൻ്റെ അടുത്ത്, നെടുമുടി വേണുചേട്ടൻ എന്നെ വിളിച്ച് പറയുന്നത്, ശാന്തി നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മളായിട്ട് തന്നെ ചെയ്യുവാണെങ്കിൽ അതൊരു അഭിനയമല്ല, അത് ബിഹേവിയറാണ്. ഞാൻ ഈ പ്രായത്തിലുള്ള ക്യാരക്ടർ ഇതുപോലെ സാരി കൊടുത്തിട്ട് ഞാൻ അങ്ങ് പോയി ഇരിക്കുകയാണ്, എന്നിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് ലൈക്ക് ആക്ടിങ്. പക്ഷെ അത് നീ ബിഹേവ് ചെയ്ത് പോകുന്നതാ. അതിൽ ആക്ടിങ് നമുക്കതൊരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു അഭിനയിക്കാനുള്ള ഒരു ശ്രമമോ ഒന്നും അല്ലല്ലോ. യു ആർ ജസ്റ്റ് ബിഹേവിങ്. അതൊന്നും അല്ല ചെയ്യേണ്ടാവും. നമ്മളെക്കാട്ടിലും ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇതിനേക്കാളും പ്രായം കൂടുതലൊരു ക്യാരക്ടർ അല്ലെങ്കിൽ കുറഞ്ഞ ക്യാരക്ടർ അല്ലെങ്കിൽ വേറെ കൈയില്ല കാല്, ഐ മീൻ സംതിങ് ഡിഫറെൻറ്റ് ദാൻ വാട്ട് യു ആർ എന്ന് ചെയ്താലല്ലേ നമുക്കൊരു ചാലഞ്ച് ഉള്ളൂ. ഇതൊരു ചാലഞ്ചിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ഒന്ന് ചെയ്യുക പറഞ്ഞു. അങ്ങനെയാണ് ഈ സവിതം ചെയ്യുന്നതും ഫസ്റ്റ് ടൈം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതും. സോ അതൊക്കെ എനിക്ക് മാധുവിൻ്റെയും സുനിതയുടെയും അമ്മയായിട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാം. എനിക്കും 10-26 വയസ്സേ ഉള്ളൂ അപ്പോൾ. ബട്ട് ഐ ഡിഡ് ഇറ്റ്. ആൻഡ് അതും ഇതിപ്പോ കരച്ചിൽ നിർത്താൻ പറ്റണ്ടേ. അതെ, അത് നമ്മുടെ ആറന്മുള പൊന്നമ്മ ചേച്ചിയുടെ ആ ഒരു സീനില്ലേ, നമ്മുടെ യെസ് ഓർ നോ പറയൂ എന്ന് പറയുന്നത് വേണുചേട്ടൻ വന്നിട്ട്. അപ്പം ഞാനിങ്ങനെ തലയാട്ടിയിട്ട് അങ്ങനെ മറ്റേ ഇഴുകി താഴോട്ട് പോയി വീണിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്ന ഒരു സീൻ. അപ്പോൾ പൊന്നമ്മ ചേച്ചീനെ ആ ഷോട്ടിൽ ഞാൻ കരഞ്ഞ് ചേച്ചീനെ ഇങ്ങനെ പിടിച്ചപ്പോൾ ചേച്ചിയും ഇങ്ങനെ വീണ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചേച്ചിക്കും കരച്ചിൽ വന്നു. എന്നിട്ട് പിന്നെ അത് സീൻ കഴിഞ്ഞിട്ടും കുറേ നേരം അത് കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ മൈൻഡിൽ കൈയൊക്കെ വിറച്ചിട്ട് ആ ഫീലിംഗ് ഒക്കെ മൈൻഡിൽ നിന്ന് പോയില്ല അത്ര എളുപ്പത്തിൽ. അപ്പോൾ ആറന്മുള പൊന്നമ്മ ചേച്ചി പറഞ്ഞു അതും എനിക്കൊരു അവാർഡായിരുന്നു. ചേച്ചി അന്ന് പറഞ്ഞ് എൻ്റെ ഇത്രയും കാലത്തെ അഭിനയ ജീവിതത്തിൽ
എന്നെ ശരിക്കും ഷോട്ടിൽ കരയിപ്പിച്ചിട്ടില്ല ആരും, മോളാണ് ഇപ്പോൾ ചെയ്തത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും എനിക്ക് വീണ്ടും കരച്ചില്ലേ. കാരണം അത്രയും വലിയ ആർട്ടിസ്റ്റൊക്കെ അവർ അങ്ങനെയൊക്കെ പറയുമ്പോഴേ നമുക്കത് ഒരു എന്താണ് പറയുക, അതിന് ട്രഷേർഡ് സംഭവം തോട്ട്സ് നമുക്ക് കിട്ടുന്നതല്ലേ. അതൊക്കെയാണ് ട്രഷർ അവാർഡ്സ് നമുക്ക്. ഈ ഫിസിക്കൽ അവാർഡിനെക്കാട്ടിലും കൂടുതലാണ് ഇന്നും നമ്മളത് ഓർക്കുന്നതും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു അതുപോലത്തെ ഒക്കെ പടങ്ങളും അതുപോലത്തെ ക്യാരക്ടേഴ്സും ഒക്കെ എനിക്ക് കിട്ടിയത് സത്യത്തിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് ചകോരം ലൂയി ചേട്ടൻ്റെ ദാറ്റ് വാസ് അനദർ അമേസിങ് ക്യാരക്ടർ. അതും ആദ്യം ഷബാന ആസ്മി ഒക്കെ ആണ് വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് കേട്ടത്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ഇതിൻ്റെ, ഷബാന ആസ്മി വേണ്ട. അപ്പോഴാണ് ലോയി ചേട്ടൻ പറഞ്ഞില്ല ശാന്തി തന്നെ ചെയ്താൽ മതി. കാരണം വേറെ ആൾക്കാർ നമ്മൾ ഷബാന ആസ്മിയൊക്കെ വിളിച്ച് അവർക്ക് നമുക്ക് ഇന്ത്യൻ കൾച്ചർ, കേരള കൾച്ചർ, അത് ആ പക്ക ശാരദാമണി എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനെയും കൂടി ആയിരുന്നല്ലോ ആ പൂജയൊക്കെ ചെയ്യുന്നത്. അവരെ കൊണ്ട് അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി. മാത്രമല്ല ജനം എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യും എന്ന് അറിയില്ല. ശാന്തി ചെന്ന് ചെയ്താൽ മതി എന്നുള്ള അങ്ങനെയാണ്. പിന്നെ ചകോരം എങ്ങനെ പുള്ളി ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു തരിക? ആര് ലോയി ചേട്ടനോ? അത് ലോയി ചേട്ടൻ എഴുതിയതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം പറയും. ഫസ്റ്റ് തന്നെ ആ ക്യാരക്ടറിന്റെ ഒരു ട്രേറ്റ്സ് പറഞ്ഞു തരും. അതായത് ദേഷ്യമാണ് അവർക്ക്. അതാണല്ലോ ഫസ്റ്റ് എൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ പഠിപ്പിച്ചിരുന്ന ലോയി ചേട്ടനാണ്. നമ്മൾ ആദ്യം ഒരു ആണുങ്ങളുടെ ഒരു ഇതും കൂടി ഗംഭീരവും ഉണ്ടാവും അവർക്ക്. ആ ഫസ്റ്റ് പൂജയൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെയാണ് സാഷ്ടാംഗമായിട്ടൊക്കെയാണ് നമസ്കരിക്കുന്നതും ഒക്കെ. ഈ ഇതൊന്നുമില്ല. കാരണം അവർ അങ്ങനെയാണ് ജീവിതത്തിൽ ഷീസ് ഗോൺ ത്രൂ സോ മച്ച്. അവരാണ് ആ വീടിന്റെ നാഥൻ എന്നൊക്കെ ആണല്ലോ. അപ്പൊ ആ ബോഡി ലാംഗ്വേജ് ഫസ്റ്റ് തന്നെ കാണിച്ചൊക്കെ തന്നു എനിക്ക്. ഇങ്ങനെയൊക്കെ അത് പൂജക്കൊക്കെ ചെയ്യുന്നത് നമ്മൾ നൈസായിട്ടല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അതില് പിന്നീട് മുരളിച്ചേട്ടനായിട്ടുള്ള ക്യാരക്ടർ വരുമ്പോഴാണല്ലോ ഷീ സ്റ്റാർട്ട്സ് ബ്ലഷിങ്, ഷീ സ്റ്റാർട്ട്സ് ഫീലിംഗ്. അങ്ങനെ ഒരു ഗ്രേസും ആ ഒരു മൈൻഡിൽ വുമന്റെ ഒരു ഫീലിങ്സ് ഒക്കെ വരുന്നത് അവർക്ക് അന്ന് അപ്പോഴാണല്ലോ. അതിനു മുമ്പ് അവർക്ക് ദേഷ്യവും അവരെ ഉണ്ണിയാർച്ച എന്നൊക്കെയല്ലേ പറയുന്നത്. സോ അങ്ങനത്തെ ക്യാരക്ടർ തുടക്കം മുതലേ ലോയി ചേട്ടനും വേണുവും ഡയറക്ടർ എല്ലാം പറയുന്നത് ഇതുപോലെ ട്രേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ഡയലോഗ് പറയുമ്പോഴും ആ ബോഡി ലാംഗ്വേജ് നമ്മൾ കീപ്പ് ചെയ്യും. സോ അതിനനുസരിച്ച് നമ്മൾ അഭിനയിക്കും. സോ അതിൽ അത്രയ്ക്കും ഞാൻ വർക്ക് ചെയ്ത ഒരു ക്യാരക്ടറാണ് ചകോരം. അപ്പൊ അതിൽ തന്നെ എനിക്ക് ബെസ്റ്റ് ആക്ട്രസും കൂടെ കിട്ടിയത് എനിക്കൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഫിസിക്കൽ ഇന്റിമസി ഉള്ള ഒരു റൊമാൻറ്റിക് സീനിലും അങ്ങനെ അപ്പിയർ ചെയ്തിട്ടില്ല. പക്ഷെ കുറെ റൊമാൻറ്റിക് സിനിമകൾ ഉണ്ട് താനും. ഐ ഡോണ്ട് നോ ബിക്കോസ് ഐ തിങ്ക് ഞാൻ ബേസിക് നേച്ചർ എൻ്റെ റൊമാൻറ്റിക് ആണെങ്കിൽ പോലും റൊമാൻസ് ഒരു വിധം ചെയ്യാം. എനിക്ക് ഇതുപോലത്തെ ദൂരത്ത് നിന്ന് കാണിക്കാം അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഐ കുഡന്റ് ഫിസിക്കലായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പോലെ ബെഡ്റൂം സീൻസ് പോലെയൊക്കെ അങ്ങ് ചെയ്യുമ്പോൾ ഐ വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. അതുകൊണ്ട് നാണമല്ല, ഐ കാണ്ട്. ആൾക്കാരും കണ്ടോണ്ടിരിക്കും, എനിക്കത് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഐ വിൽ ബി ലൈക്ക് നോ, ഐ വോണ്ട് ഡു ഇറ്റ്. അപ്പോൾ ആൾക്കാർക്ക് ആദ്യമൊക്കെ അവർക്ക് തോന്നുമായിരുന്നു ഇതെന്താ പിന്നെ എങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വന്നതല്ലേ, ഇതൊക്കെ ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യണ്ട, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നേ ഇല്ല, ഞാൻ തിരിച്ചു പോയിക്കോളാം എന്ന് പറയും. സോ അതുകൊണ്ട് പിന്നെ അവർക്ക് മനസ്സിലായി തുടങ്ങി. ശാന്തികൃഷ്ണ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണ്. വിശ്വംഭരൻ സാർ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഞാൻ സാറിന്റെ ഒരുപാട് ഞാൻ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ സാർ എൻ്റെ അടുത്ത് ആദ്യം പതുക്കെ വന്ന് ചോദിക്കും, ശാന്തി ഇങ്ങനെയൊക്കെയാണ് സീൻ. അവൾ വന്നിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് തൊടും, ഓക്കെ ആണോ ചോദിക്കും, പതുക്കെ ആരും കേൾക്കാതെ. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, ഓക്കെ റെഡി, ഷോട്ട് വെക്കൂ എന്ന് പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും ഇതുപോലെയൊക്കെ ചെയ്തിട്ടും എങ്ങനെ ഇത്ര പടങ്ങൾ ചെയ്തു ശാന്തി എന്നാണ്. ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ. നമുക്ക് അത് അങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ഐ ഡോണ്ട് നോ, മേ ബി കോമ്പറ്റീഷൻ കാരണം അങ്ങനെ ഫീൽ ചെയ്യായിരിക്കും. അന്ന് ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആർട്ടിസ്റ്റ്സ് അവരവർക്ക് അവരവരുടേതായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനാണെങ്കിലും ജലജയാണെങ്കിലും, ജലജയായിരുന്നു കൂടുതലും ദുഃഖപുത്രി ക്യാരക്ടേഴ്സ്. എന്റെ പിന്നെ ഇടയ്ക്കൊക്കെ പിന്നെ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എന്നാൽ പോലും മോസ്റ്റ്ലി അങ്ങനെയായിരുന്നു. പിന്നെ അംബിക കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അവളുടെ ക്യാരക്ടേഴ്സ്. പിന്നെ പൂർണിമ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്പേസ്, കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഞങ്ങൾക്ക് വി വെർ വെരി ഗുഡ്, ലൈക്ക് ഓൾ നല്ല ഫ്രണ്ട്സ്, ഇന്നും നല്ല ഫ്രണ്ട്സാണ്. സോ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ഐ വാസ് ലക്കി.